സുപ്രഭാതം. ഒരു ദിവസം ഒരു ചെസ്സ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കളിക്കാരിൽ ഒരാൾ വളരെ ശാന്തനായിരുന്നു. എതിരാളി ഓരോ നീക്കവും നടത്തിയപ്പോൾ അയാൾ ഒന്നും പ്രതികരിച്ചില്ല. അയാളുടെ എതിരാളിയാകട്ടെ ഓരോ നീക്കം കഴിയുമ്പോഴും വീരവാദം മുഴക്കിക്കൊണ്ടിരുന്നു. കണ്ടുനിന്ന ചിലർക്ക് തോന്നി ശാന്തനായ ആൾക്ക് കളിയുടെ ആഴം മനസ്സിലാകുന്നില്ലെന്ന്. പക്ഷെ കളി അവസാനിച്ചപ്പോൾ ജയിച്ചത് ശാന്തമായി കളിച്ച കളിക്കാരനായിരുന്നു. കാരണം അദ്ദേഹം ഓരോ നീക്കവും കണ്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അത് ഓരോ നിമിഷവും തെളിയിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലർ നമ്മളെ കുറച്ച് കാണും, ചിലർ നമ്മളെ വിഡ്ഢികളാണെന്ന് കരുതും, ചിലർ നമ്മളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിച്ച് ഉള്ളിൽ സന്തോഷിക്കും. അവരുടെ ധാരണ തങ്ങൾ വളരെ ബുദ്ധിമാന്മാരാണ് എന്നാണ്. മറുവശത്തുള്ളയാൾ ഒന്നും അറിയുന്നില്ല എന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യ പ്രതികരണം എന്തായിരിക്കും? എല്ലാം തുറന്നു കാട്ടണം, ഉടനെ മറുപടി പറയണം, അവരുടെ തെറ്റ് തെളിയിക്കണം. പക്ഷെ പ്രായവും അനുഭവവും ഒരു പാഠം പഠിപ്പിക്കും. ഓരോ യുദ്ധവും ജയിക്കേണ്ടതില്ല, ഓരോ തെറ്റിദ്ധാരണയും തിരുത്തേണ്ടതില്ല, ഓരോ മനുഷ്യനെയും ബോധ്യപ്പെടുത്തേണ്ടതുമില്ല. കാരണം ചിലർ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നില്ല, തങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കഥയിലാണ് അവർ സന്തോഷിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഏറ്റവും ബുദ്ധിപരമായ പ്രതികരണം മൗനമായിരിക്കും. അത് ദൗർബല്യമല്ല, അത് എല്ലാം മനസ്സിലാക്കിയിട്ടും എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കേണ്ടതില്ല എന്ന പക്വതയാണ്. വിഡ്ഢിയായി അഭിനയിക്കണം എന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അറിവില്ലാത്തവനാകുക എന്നല്ല. ചില സത്യങ്ങൾ അറിയാമെങ്കിലും അത് പ്രകടിപ്പിക്കാതെ ഇരിക്കുവാനുള്ള ആത്മനിയന്ത്രണമാണ്. കാരണം ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ വഞ്ചന മറ്റുള്ളവരെ വഞ്ചിക്കുന്നതല്ല, സ്വന്തം ബുദ്ധിയെ അഹങ്കാരമായി തെറ്റിദ്ധരിക്കുന്നതാണ്. പലപ്പോഴും നമ്മളെ വിഡ്ഢികളാക്കുകയാണെന്ന് കരുതി സന്തോഷിക്കുന്ന ചിലർ യഥാർത്ഥത്തിൽ സ്വന്തം ധാരണകളുടെ തടവുകാരായിരിക്കും. സമയം കടന്നു പോകുമ്പോൾ സത്യങ്ങൾ സ്വയം വെളിച്ചത്ത് വരും. അപ്പോൾ നമ്മൾ ഒന്നും തെളിയിക്കേണ്ടതില്ല, ജീവിതം തന്നെ മറുപടി നൽകും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിച്ച് സന്തോഷിക്കുന്ന വിഡ്ഢികൾക്ക് മുന്നിൽ വിഡ്ഢിയായി അഭിനയിക്കുന്നതും ഒരു ബുദ്ധിയാണ്. കാരണം എല്ലാ അറിവും പ്രകടിപ്പിക്കേണ്ടതില്ല, എല്ലാ സത്യവും ഉടനെ പറയേണ്ടതുമില്ല. യഥാർത്ഥ ബുദ്ധി എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ പുഞ്ചിരിച്ച് മിണ്ടാതിരിക്കണമെന്നും അറിയുന്നതിലാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി.